to my channel. അപ്പോൾ ഞാനിത് ചെയ്യുന്ന വീഡിയോ ഒരു നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ കാണാം. അതിൽ ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ കുക്കുംബർ പ്രൈമർ വാട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രിൻസ് ചെയ്യാണ് ഫേസില്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ വർക്ക് ചെയ്യുന്നില്ലായിരുന്നല്ലോ, പക്ഷെ ഞാൻ പിന്നെ നോക്കി, അപ്പൊ കുഴപ്പമില്ല. ആദ്യത്തെ തൊട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പെർഫോമൻസിനെ പറ്റി അറിയില്ല, സ്പ്രേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഉണങ്ങിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ഫൗണ്ടേഷൻ കൊണ്ട് എടുത്തിരിക്കുന്നത് മെബ്ലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. 228 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഞാൻ ഭയങ്കര ഫുൾ കവറേജ് നോക്കുന്നില്ല, ഒരു മീഡിയം കവറേജ് വരെ നോക്കുന്നുള്ളൂ. കാരണം നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഓൾറെഡി ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്തിട്ട് ഭയങ്കര മേക്കപ്പ് ഇട്ട ലുക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു നാച്ചുറൽ ലുക്ക് തോന്നാനായിട്ട് ഞാൻ ഒരു മീഡിയം കവറേജ് വരെ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തേ ഉള്ളൂ, ബിൽഡ് ചെയ്ത് എടുക്കത്തില്ല. അപ്പൊ ഞാനിത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് അപ്ലൈ ചെയ്യുവാണ് ഫേസില്. ഞാൻ കോമ്പാക്ടിന് വേണ്ടി എടുക്കുന്നത് മെബ്ലിൻ ഫിറ്റ് മീയുടെ പൗഡർ ഫൗണ്ടേഷൻ ഇല്ല, അതാണ് ഞാൻ കോമ്പാക്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ റിവ്യൂ ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ബ്രഷ് വെച്ച് സെന്റേഴ്സ് ഓഫ് ദി ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒത്തിരി സെറ്റ് ആകുന്നിടത്ത് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഇനി വേണ്ടത് ഐബ്രോ ആണ്. ഐബ്രോയ്ക്ക് ഞാൻ സിവാന കളേഴ്സിന്റെ ഐബ്രോ കിറ്റാണ് എടുക്കുന്നത്. അത് കണ്ട് മടുത്താണ് അല്ലേ. ഇതിപ്പം വേറൊരു പെൻസിലുണ്ട് എനിക്ക്, പക്ഷെ അതിനേക്കാളും ഇത് കുറച്ചുകൂടെ ഇഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഈസിയാണ് അപ്ലൈ ചെയ്യാൻ. ഞാൻ ഇടയ്ക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ പട്ടി അപ്പൊ നിർത്തേണ്ടി വന്നു. അതായത് ഞാൻ പറഞ്ഞിരുന്നത് നമുക്കിപ്പോ 200 സബ്സ്ക്രൈബേഴ്സ് ആകാനായി. അപ്പോ ഒരു മഹീർ ചാനലോ അങ്ങനെ എന്തോ ആയിരുന്നു, ഒരു ചാനലാണ്. ആള് വന്ന് ചോദിച്ചിരുന്നു എന്താ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തെന്ന്. ഇത്രയും വീഡിയോ ഇട്ടിട്ടും കൂടാത്തെന്നായിരിക്കും. ആദ്യം ഇട്ട വീഡിയോ ഒക്കെ ഭയങ്കര പൊട്ട വീഡിയോ ആണ്. ചിലപ്പോ അതിന്റെ വീഡിയോയുടെ കണ്ടന്റ് നല്ലതാണെങ്കിലും എന്റെ എഡിറ്റിങ്ങും എന്റെ ബാക്ക്ഗ്രൗണ്ടും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ ഭയങ്കര മോശമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പൊസിഷൻ, എന്റെ ഫേസിന്റെ ഷേപ്പ് തന്നെ വേറെ ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും തുടക്കത്തിലുള്ള കാരണം. ഇപ്പോ ഉള്ളത് കാരണം എനിക്ക് തോന്നുന്നത് എന്റെ വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. കാരണം ഞാൻ ക്യാമറയിലല്ല വീഡിയോ എടുക്കുന്നത്, ലാപ്ടോപ്പിലല്ല എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ്, ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോ എന്താ പറ്റുന്ന വെച്ചാല് വീഡിയോക്ക് ഞാനിപ്പോ എന്റെ ഫോണിൽ കാണുന്ന ക്വാളിറ്റി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാറില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ട് എന്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഒരിക്കലും. കാരണം എല്ലാവർക്കും വീഡിയോ മറ്റുള്ളവരുടെ വീഡിയോ കൂടെ കാണാനുള്ളതാണ്, എന്റെ മാത്രം വീഡിയോ കാണാൻ ഉള്ളതല്ല. അപ്പൊ അവരൊരിക്കലും വീഡിയോ ക്വാളിറ്റി കൂട്ടിയിട്ടിട്ട് എന്റെ വീഡിയോ കാണില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും 240, 360, 144 ഈ 3 വീഡിയോ ക്വാളിറ്റി റേഞ്ചിൽ ഇരുന്നായിരിക്കും വീഡിയോ കാണുന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് അധികം ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അവര് ഈ ചാനല് പ്രിഫർ ചെയ്യില്ലായിരിക്കും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ പിന്നെ എന്നെ പെട്ടെന്ന് ആൾക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഇപ്പൊ ഞാൻ വന്നിരുന്നിട്ട് ഞാൻ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചാലും എന്റെ മുഖത്ത് ചിരിയൊക്കെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഒരു കൺവീനിയന്റ് ആയിട്ട് തോന്നില്ല. എന്താ പറയാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കും.
അതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാരണം. അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതിന് വേറെ കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ചാനലിൽ കള്ളം പറഞ്ഞിട്ടില്ല, എനിക്ക് ഉറപ്പാണ്, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ അതുകൊണ്ട് കണ്ടന്റിന്റെ കാരണം കൊണ്ടോ എന്റെ പ്രശ്നം കൊണ്ടോ ആയിരിക്കത്തില്ല. ഒരു പ്രശ്നം ഞാൻ എന്റെ ടോക്ക് തന്നെ ആയിരിക്കും. ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന് സംസാരിക്കും പോലെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരാൾ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്താലേ നമുക്ക് ആ ചാനലിനോട് ഒരു അടുപ്പം തോന്നത്തുള്ളൂ പൊതുവെ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ അത്രയും ഭയങ്കര ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് അത്രയും അടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ ഒരുപാട് ചിരിയൊന്നും എന്റെ ഫേസിൽ അങ്ങനെ റിയൽ ആയിട്ട് വരാറൊന്നുമില്ല. റിയൽ ലൈഫിലും ഭയങ്കര ചിരിക്കുന്ന അങ്ങനെ ഉള്ള ഒരാളൊന്നുമല്ല ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് വീഡിയോയുടെ ക്വാളിറ്റിയാണ്. മീൻസ് വീഡിയോ ക്വാളിറ്റി കുറവാണ്, ഫോണിൽ എടുക്കുന്നത് കൊണ്ട് വീഡിയോ ക്വാളിറ്റി കുറവാണ്. അതായിരിക്കാം കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. പിന്നെ ഞാനിതൊരു പ്രൊഫഷൻ ആയിട്ടല്ല കൂടുതൽ ഞാൻ സെലക്ട് ചെയ്തത്. ഞാനിതൊരു എന്റെ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു ടൈം പാസ് എന്നൊരു രീതിയിലാണ് എടുത്തത്. പിന്നെ എടുത്തു വന്നപ്പോഴത്തേക്ക് മീൻസ് എനിക്ക് അറിയാം, മോണിറ്റൈസേഷനെ പറ്റി അറിയാമെങ്കിൽ ഞാനൊരു ടൈം പാസ് എന്ന രീതിയിലാണ് വീഡിയോ എടുത്തു തുടങ്ങിയത്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല് വീഡിയോ എടുത്തു തുടങ്ങിയത് ടൈം പാസിനാണ്. അപ്പൊ ഇതിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, ഞാൻ നന്നായിട്ട് തന്നെ കൊണ്ടുപോകും. എങ്കിൽ ഞാൻ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ എടുക്കും, അല്ലെങ്കിൽ ഞാനത് ഇങ്ങനെ തന്നെ പോകും. അത് മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നെങ്കിൽ ഞാൻ അതിനു വേണ്ടി ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറയും ലാപ്ടോപ്പും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാത്തത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കാരണം അറിയില്ല, ഇത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒരുപാട് കൂടുന്നില്ല എന്നതിനെ പറ്റി ഭയങ്കര ബോധേഡൊന്നും അല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അധികം എനിക്ക് വിഷമമൊന്നും തോന്നാറില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വിഷമമൊന്നും തോന്നാറില്ല. പക്ഷെ വരുമ്പോ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് ഓരോരുത്തർ വരുമ്പോഴും. പക്ഷെ എനിക്ക് വിഷമം തോന്നാറില്ല കൂടിയില്ല എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ചില വീഡിയോ നമ്മൾ ഇത്തിരി എഫേർട്ട് എടുക്കും, ചിലപ്പോൾ നമ്മൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോ കഷ്ടപ്പാടാണ്. മീൻസ് പെട്ടെന്നൊരു വീഡിയോ ഇടുന്നതിനേക്കാളും കഷ്ടപ്പാടാണ്. എന്നാലും എനിക്ക് ചിലപ്പോൾ ചില വീഡിയോസ്, ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്യൂബ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ഞാൻ എന്റെ വീഡിയോ ആരും കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ ഇടും. ഞാൻ ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ വിഷമം വന്നിട്ടില്ല, വിഷമം വരാറില്ല സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് അധികം അതിനെ പറ്റി ഇങ്ങനെ ബോധേഡായിട്ട് കൂടിയില്ല എന്ന് ചിന്തിക്കാത്തത്. അപ്പൊ ഇനി നമ്മള് വേർത്ത് ഭയങ്കര ചൂട്. അപ്പൊ നോ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഐസിൽ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ക്രീസ് ഒക്കെ അവിടെ ഞാൻ കാരണം അവിടെ ഒത്തിരി ഫൗണ്ടേഷൻ ഇട്ടില്ല, ഞാൻ ക്രീസ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ക്രീസിന്റെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് കോണ്ടൂറും ബ്ലഷും ഒക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചു. ബ്ലഷിന് വേണ്ടി ഞാൻ ഇതാണ് എടുക്കുന്നത്, ഈ ഷെയ്ഡ് എടുത്ത് നോക്കണം. പരീക്ഷണമാണ്, ശരിയാവുമെന്ന് എനിക്കറിയില്ല. സിവാന കളേഴ്സിന്റെ കോണ്ടൂറിന് ഈ പാലറ്റിൽ തന്നെ ബ്രൗൺ ഷെയ്ഡ് എടുക്കുവാണ്. നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ, ഞാൻ വിചാരിച്ചില്ല. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സിവാന കളേഴ്സിന്റെ ഹൈലൈറ്റർ യൂസ് ചെയ്യാണ് ഞാൻ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് മസ്കാരയാണ്. മസ്കാര അപ്ലൈ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് മേക്കപ്പ് നമുക്ക് നല്ലതല്ലേ, വേറെ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഇന്നർ കോർണറിലോ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരിയല്ല, ഞാൻ നേരത്തെ എടുത്തതിന്റെ ബാക്കി ഇരുന്നത് മാത്രമാണ് ഞാൻ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഐ ഒന്ന് ഓപ്പൺ ആയതുപോലെ നമുക്ക് തോന്നും. കാക്ക പാട്ട് തുടങ്ങി. അപ്പോ ഇതാണ് മേക്കപ്പ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് ഞാൻ എടുത്തിരിക്കുന്നത് എന്താ, ഞാൻ ഇടയ്ക്ക് എന്താന്ന് പറയൂല്ലേ, ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, എനിക്ക് ചില വാക്കുകൾ ഓവറായിട്ട് പറയലുണ്ടെന്ന്. അപ്പോ എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, അങ്ങനെ ചില വാക്കുകൾ ഞാൻ ഓവറായിട്ട് പറയുന്നുണ്ടെന്ന് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് എന്നും വീഡിയോ എടുത്തു തുടങ്ങിയത് മനസ്സിലായി. മറ്റേത് മറ്റുള്ളവരല്ലേ കേൾക്കും, നമ്മൾ സ്വന്തമായിട്ട് കേൾക്കുന്നില്ല. മറ്റേ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ഓവറായിട്ട് ചില വാക്കുകൾ പറയാറുണ്ട് എന്ന്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മെബിലിന്റെ കളർ സെൻസേഷനിലോ പേര് ഞാൻ മറന്നു, കളർ സെൻസേഷൻ ആണെന്ന് തോന്നുന്നു, ന്യൂഡ് ന്യൂവാൻസിന്റെ ഷെയ്ഡാണ്. കാരണം എനിക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആയതുകൊണ്ട് പിങ്കിഷ് ന്യൂഡ് ചേരത്തില്ല, മീൻസ് നോ മേക്കപ്പ് ലുക്കിന് തോന്നത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗണിഷ് ന്യൂഡാണ് എടുത്തിട്ടുള്ളത്. മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നത് രസമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇയറിംഗ്സ് ഇട്ടിട്ട് ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ചൊന്നുമില്ല, അഴിച്ചിട്ടിട്ട് വരാം. ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈല് അങ്ങനെ നോർമലി ചെയ്യാത്ത ആളാണ്. ഞാൻ ഒന്ന് അഴിച്ചിടും, അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ആ ക്ലിപ്പ് ഇട്ട് വയ്ക്കും. അല്ലാണ്ട് ഞാൻ അധികം ഹെയർ സ്റ്റൈല് അങ്ങനെ ചെയ്യാറില്ല. വല്ലപ്പോഴും ചെയ്താല, അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഹെയർ അങ്ങനെ ഭയങ്കരമായിട്ട് ഭംഗിയാക്കി വെക്കുന്ന ആളല്ല. അപ്പോ കാണാം. അപ്പൊ ഇതാണ് എന്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.